റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന നിലയിൽ, പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ നിർണായകമായ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി സമർപ്പിത മനോഭാവത്തോടെ സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവിനെയാണ് രാജ്യത്തിന് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ ശരിയായി. ചരിത്രം തന്നോട് നീതി പുലർത്തും എന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ ദയാപൂർവമായ നീതി പുലർത്തുമെന്നുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു അന്ത്യോപചാര ചടങ്ങുകളെല്ലാം നമ്മൾ കണ്ടത്. ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളടക്കം ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന് നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വിലയിരുത്തൽ ചരിത്രം അദ്ദേഹത്തോട് ദയാപൂർവമായ നീതി നിർവഹിച്ചുകൊണ്ടുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണം കൂടിയാണ്. സത്യത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വേണ്ട വിധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യയുടെ ഭരണനിർവഹണ ചരിത്രം വിലയിരുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 10 വർഷക്കാലം പ്രധാനമന്ത്രി എന്ന നിലയിൽ നടപ്പാക്കിയിട്ടുള്ള നിർണായകമായ നിയമങ്ങൾ, അത് മൻരേഗയായാലും വനാവകാശ നിയമമായാലും വിദ്യാഭ്യാസാവകാശ നിയമമായാലും ഭക്ഷ്യസുരക്ഷാ നിയമമായാലും വിവരാവകാശ നിയമമായാലും വളരെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്താൻ കഴിയുന്ന വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ റിഫോംസിന് വഴിയൊരുക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള നിരവധി നിയമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്നുള്ളത് ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് 1990കളിൽ തുടക്കം കുറിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ്, അതേ മൻമോഹൻ സിംഗ് തന്നെയാണ് എക്കണോമിക് റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്ന ഒരു കാഴ്ച പെർസ്പെക്റ്റീവോടുകൂടി 10 വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി, 5 വർഷക്കാലം ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടും അല്ലാതെയും 10 വർഷക്കാലം രാജ്യത്ത് പ്രധാനമന്ത്രിയായി സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട AICCയുടെ പ്രസിഡന്റ് രാജ്ഘട്ടിൽ തന്നെ അദ്ദേഹത്തിന് സമാധി സ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കത്തുകൊടുത്തു. നിർഭാഗ്യവശാൽ അത് നിരാകരിക്കപ്പെട്ടു. വേറിട്ടൊരു സ്ഥലമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും സമാധിക്കും സ്മാരകത്തിനും സമുചിതമായിട്ടുള്ള അവസരം ഒരുക്കുമെന്നും അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുമെന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു വിവാദവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ലളിതമായ ജീവിതം നയിച്ച്, വിനയാന്വിതമായ ജീവിതം നയിച്ച്, വിവേകത്തോടുകൂടി പ്രവർത്തിച്ച ഏറ്റവും പക്വമതിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഭരണകർത്താവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യോപചാര ചടങ്ങുകൾ വിവാദങ്ങളിൽ മുഴുകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. രാജ്ഘട്ടിൽ അദ്ദേഹത്തിന് സമാധി സ്ഥലം ഒരുക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം 10 വർഷം തുടർച്ചയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ, 5 വർഷക്കാലം ധനമന്ത്രിയായിരുന്നയാൾ, രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു പ്രത്യേക ഘട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു ഭരണകർത്താവ്, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകമുലയുന്ന ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തിയതിൽ നിർണായകമായ പങ്കുവഹിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാൾക്ക് രാജ്ഘട്ടിൽ സമാധി സ്ഥലം ഒരുക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് വിവാദവൽക്കരിക്കുകയല്ല വേണ്ടത്. അദ്ദേഹത്തിന് ഏറ്റവും സമുചിതമായിട്ടുള്ള അന്ത്യോപചാരം നൽകി യാത്രയയക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ യശസ് വല്ലാതെ വർദ്ധിക്കുന്നതും അദ്ദേഹം പറഞ്ഞതുപോലെ ചരിത്രം ദയാപൂർവമായ നീതി തന്നോട് കാണിക്കുമെന്ന് പറഞ്ഞത് 100% അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക.